അഞ്ചാം ക്ലാസ്സിലെ 5-ാമത്തെ യൂണിറ്റിലെ തആവനു ജമീഅൻ എന്ന കവിത പഠിക്കാം. തആവനു ജമീഅൻ, നിങ്ങൾ എല്ലാവരും പരസ്പരം സഹായിക്കുക, പരസ്പരം സഹായിക്കൂ, പരസ്പരം സഹകരിക്കൂ എന്ന ഒരു കവിതയാണ്. ഇന്നി റഅയ്തു നംലതൻ, ഞാനൊരു ഉറുമ്പിനെ കണ്ടു. ഫി ഹൈറത്തിൻ, വെപ്രാളത്തിലായിക്കൊണ്ട്, പേടിയിൽ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, എന്തു ചെയ്യണം എന്ന് അറിയാത്ത അവസ്ഥയിലുള്ള ഒരു ഉറുമ്പിനെ ഞാൻ കണ്ടു. എവിടെ കണ്ടു? ബൈനൽ ജിബാലി, മലകൾക്കിടയിൽ. ലം തസ്തത്ഇ, അതിന് കഴിയുന്നില്ല. ഹംലത്തു ആമി, ഭക്ഷണം വഹിച്ചു കൊണ്ടുപോകാൻ. വഹദഹ, ഒറ്റയ്ക്ക്. ഫൗഖർ റിമാലി, മണലിൽ കൂടെ. ഞാനൊരു ഉറുമ്പിനെ കണ്ടു. എവിടെ? മലകൾക്കിടയിലായിട്ട് ഒരു ഉറുമ്പിനെ ഞാൻ കണ്ടു. ആ ഉറുമ്പ് എന്തു ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുകയാണ്. ഉറുമ്പിൻ്റെ മുമ്പിൽ എന്താണുള്ളത്? ഉറുമ്പിൻ്റെ ഭക്ഷണമുണ്ട്. ഉറുമ്പിൻ്റെ ഭക്ഷണം നെന്മണികളും അതേപോലുള്ള ധാന്യമണികളൊക്കെ ആയിരിക്കാം. ആ ഭക്ഷണം പക്ഷെ ഉറുമ്പിന് ഒറ്റയ്ക്ക് വഹിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നില്ല. മണലിൽ കൂടെ ഒറ്റയ്ക്ക് വഹിച്ചു കൊണ്ട് നടന്നു പോകാൻ ആ ഉറുമ്പിന് കഴിയുന്നില്ല. ഒരു ഉറുമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉറുമ്പ് എന്ത് ചെയ്തു? നാദത് അല ഉഖ്തിൻ ലഹ, തൻ്റെ ഒരു ഉഖ്തിനെ, സഹോദരിയെ ആ ഉറുമ്പ് വിളിച്ചു. നാദത്, അവൾ വിളിച്ചു, ആ ഉറുമ്പ് വിളിച്ചു. അല ഉഖ്തിൻ ലഹ, തൻ്റെ ഒരു സഹോദരിയെ. തുഐനുഹ, എന്തിനാണ് വിളിച്ചത്? അവളെ സഹായിക്കാൻ വേണ്ടി. ആന യുഐനു മീൻസ് സഹായിക്കുക. ഫൽ ഹംലു മാല, അങ്ങനെ സഹായിക്കുകയാണെങ്കിൽ ആ ഭാരം നീങ്ങും. ഏത് ഭാരം? ആ ഒരു ചുമട് അല്ലെ, ഭക്ഷണം ആണ് വഹിച്ചു കൊണ്ടുപോകേണ്ടത്. ആ വഹിച്ചു പോകേണ്ട ഭക്ഷണം കൊണ്ടുപോകാൻ കഴിയും, നീക്കി കൊണ്ടുപോകാൻ കഴിയും ഒരു സഹോദരി വന്ന് സഹായിക്കുകയാണെങ്കിൽ. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഉറുമ്പ് തൻ്റെ സഹോദരിയെ വിളിച്ചു സഹായിക്കാൻ വേണ്ടി. പക്ഷേ ലം തസ്തതി ആ ഹംലഹു, അത് വഹിക്കാൻ അവർ രണ്ടുപേർക്കും കഴിഞ്ഞില്ല. രണ്ടുപേര് കൂടെ ശ്രമിച്ചിട്ടും, രണ്ട് ഉറുമ്പുകൾ കൂടെ ശ്രമിച്ചിട്ടും ആ ഭക്ഷണം വഹിച്ചു കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞില്ല. ലം തസ്തതി ആ, അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ തദക്കറ ഖൗല യുഖാൽ, എന്തു ചെയ്യണമെന്നറിയാതെ വീണ്ടും വിഷമിച്ചിരിക്കുമ്പോഴാണ് അവർ രണ്ടുപേരും ഒരു കൗല്, ഒരു സംസാരം അവർ ഓർത്തത്. തദക്കറ, അവർ രണ്ടുപേരും ഓർത്തു. കൗലൻ, ഒരു സംസാരം, ഒരു വാക്ക്. യുക്കാലു, ആരോ പറഞ്ഞ ഒരു സംസാരം അവർ ഓർത്തു. എന്താണ് പറഞ്ഞത്? തആവനു ജമീഅക്കും, നിങ്ങളെല്ലാവരും പരസ്പരം സഹായിക്കുക. ഫൽ ഖൈറു യഅതി ബിൽ വിസ്വാൽ, ബന്ധങ്ങൾ കൊണ്ടാണ് നന്മ വരുന്നത് എന്ന് ആരോ പറയുന്നത് ഇവർ കേട്ടിട്ടുണ്ട്. ഈ ഉറുമ്പുകൾ കേട്ടിട്ടുണ്ട്. അതവർക്ക് ഓർമ്മ വന്നു. എന്താണ് ഓർമ്മ വന്നത്? പരസ്പരം എല്ലാവരും സഹായിക്കുക, അതേപോലെ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നന്മ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എല്ലാവരും സഹായിച്ച് പരസ്പര ബന്ധങ്ങൾ ഉണ്ടായാൽ എല്ലാവർക്കും നന്മ വരുന്നതാണ് എന്നൊരു സംസാരം ഇവർക്ക് ഓർമ്മ വന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു? നാദത് അല ഇഖ്വാനിഹ, അവരുടെ ഇഖ്വാൻ, അവരുടെ സഹോദരങ്ങളെ വിളിച്ചു, മറ്റു ഉറുമ്പുകളെ വിളിച്ചു. ജാഉ ജമീഅൻ ബിൽ ഹിബാൽ, ആ ഉറുമ്പുകളെല്ലാം കയറും കൊണ്ടുവന്നു. ജാഉ ജമീഅൻ, അവയെല്ലാം വന്നു, ആ ഉറുമ്പുകളെല്ലാം വന്നു. ബിൽ ഹിബാൽ, എന്താണ് കൊണ്ടുവന്നത്? കയറുകളും കൊണ്ടാണ് ഉറുമ്പുകളെല്ലാം വന്നത്. ജറു മഅൻ, അവർ എല്ലാവരും ഒരുമിച്ച് വലിച്ചു. ജറു മീൻസ് വലിച്ചു. തആമഹും, തങ്ങളുടെ ഭക്ഷണം. അങ്ങനെ എല്ലാവരും കൂടെ കയറൊക്കെ കെട്ടി ഭക്ഷണം വലിച്ചു കൊണ്ടുപോയി. അങ്ങനെ അവർക്ക് അവരുടെ ഭക്ഷണം കൊണ്ടുപോകാൻ സാധിച്ചു. ലം യഅരിഫു, അവർ കണ്ടില്ല, അവരറിഞ്ഞില്ല. ഷൈഅൻ മുഹാൽ, അസാധ്യമായി ഒന്നും അവരെ അറിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ ഉറുമ്പുകൾക്ക് അസാധ്യമായത് ഒന്നും ഉണ്ടായിരുന്നില്ല. ഉറുമ്പുകളെ നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഈ ഉറുമ്പുകൾ തമ്മിൽ ഭയങ്കരമായ സഹകരണമാണ്. പരസ്പരം സഹായിച്ചുകൊണ്ടാണ് എല്ലാ ഉറുമ്പുകളും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെക്കാൾ വലിയ, ഉറുമ്പിനേക്കാൾ എത്രയോ വലിയ ഭാരങ്ങളൊക്കെ എല്ലാ ഉറുമ്പുകളും കൂടെ ചേർന്നുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പരസ്പര സഹായവും സഹകരണവും എല്ലാവരും തമ്മിൽ ഉണ്ടെങ്കിൽ അസാധ്യമായി നമുക്ക് ഒന്നും ഉണ്ടാവുകയില്ല. ഇത് ഉറുമ്പുകളുടെ കാര്യം മാത്രമല്ല, മനുഷ്യരുടെ കാര്യവും അങ്ങനെ തന്നെയാണ്.
പരസ്പരം എല്ലാവരും സഹായിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് ജീവിച്ചാൽ എല്ലാ കാര്യവും നമുക്ക് നേടാൻ കഴിയും. ഇതാണ് ഉറുമ്പുകളുടെ ഈ ഒരു ഭക്ഷണം കൊണ്ടുപോയതിൽ നിന്നും നമുക്ക് കിട്ടുന്ന പാഠം. ഇനി ഇവിടെയുള്ള ചില ആക്ടിവിറ്റീസ് എന്താണെന്ന് നോക്കാം. കുറച്ചു ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവയുടെ ഉത്തരങ്ങൾ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, അയിന കാനത്തിൻ നംലത്തു, ഉറുമ്പ് എവിടെയായിരുന്നു ഉള്ളത്? എവിടെയായിരുന്നു? കാനത്തിൻ നംലത്തു ബൈനൽ ജിബാലി, ഉറുമ്പ് മലകൾക്കിടയിലായിരുന്നു ഉള്ളത്. കാനത്തിൻ നംലത്തു, ഉറുമ്പുണ്ടായിരുന്നത് ബൈനൽ ജിബാലി, മലകൾക്കിടയിലായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, ലിമ ദഅത് അൻ നംലത്തു ഉഖ്തഹ, ഉറുമ്പ് എന്തിനാണ് തന്റെ സഹോദരിയെ വിളിച്ചത് എന്നാണ്. ലിമ എന്തിന്, ദഅത് വിളിച്ചു, അൻ നംലത്തു ഉറുമ്പ് എന്തിന് വിളിച്ചു, ഉഖ്തഹ തന്റെ സഹോദരിയെ എന്തിനാണ് വിളിച്ചത്? ദഅത് നംലത്തു ഉഖ്തഹ, ഉറുമ്പ് തന്റെ സഹോദരിയെ വിളിച്ചു, ലിതുസാഇദഹ, ആ ഉറുമ്പിനെ തന്നെ സഹായിക്കാൻ വേണ്ടി. ലിതുസാഇദഹ മീൻസ് സഹായിക്കാൻ വേണ്ടി. മാതാ തദക്കറത്തിൻ നംലത്തു വ ഉഖ്തുഹ, ഉറുമ്പും ഉറുമ്പിന്റെ സഹോദരിയും എന്താണ് ഓർത്തത്? എന്താണ് അവർക്ക് ഓർമ്മ വന്നത്? തദക്കറത്തിൻ നംലത്തു വ ഉഖ്തുഹ അൽ ഖൗല, അവർ രണ്ടുപേരും ഒരു ഖൗല്, ഒരു സംസാരം ഓർത്തു. ഏത് സംസാരം? തആവനു ജമീഉക്കും ഫൽ ഖൈറു യഅതി ബിൽ വിസാൽ, നിങ്ങളെല്ലാവരും പരസ്പരം സഹായിക്കുക, ബന്ധങ്ങൾ കൊണ്ട്, സഹായത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങൾ കൊണ്ട് നന്മ വരുന്നതാണ് എന്ന ഒരു സംസാരമാണ് അവർ ഓർത്തത്. ബിമ യഅതി അൽ ഖൈറു, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്? ബിമ മീൻസ് എന്തിനെ കൊണ്ട്, എന്തുകൊണ്ടാണ് നന്മ വരുന്നത്? എന്തുകൊണ്ടാണ് വരുന്നത്? യഅതി അൽ ഖൈറു ബിൽ വിസാൽ, ബന്ധങ്ങൾ കൊണ്ടാണ് നന്മ വരുന്നത്. പരസ്പരം എല്ലാവരും ബന്ധമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുമയുണ്ടെങ്കിൽ, ഐക്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നന്മ ഉണ്ടാകുന്നതാണ്. ഇനി നക്തശ്ഫു മിനൽ മൻലൂമി അൽ അബിയാത്ത് അല്ലത്തി തുനാസിബുൽ ജുമല താലിയ, കവിതയിൽ നിന്നും താഴെയുള്ള സെന്റൻസുകളുമായിട്ട് യോജിക്കുന്ന വരികൾ നമുക്ക് കണ്ടെത്താം. ഇവിടെ കുറെ സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഇവയുമായി യോജിക്കുന്ന വരികൾ കവിതയിലുണ്ട്. കണ്ടെത്തി നോക്കാം. ഒന്നാമത്തെ സെന്റൻസ്, റഅത്തിൻ നംലത്തു തആമൻ ബൈനൽ ജിബാൽ, ഉറുമ്പ് മലകൾക്കിടയിൽ ഭക്ഷണം കണ്ടു. ഈ സെന്റൻസുമായി യോജിക്കുന്ന വരി ഏതാണ് കവിതയിലെ? അതേ രൂപത്തിലുള്ള വരി ഇതിൽ കവിതയിലില്ല, എന്നാലും ഒന്നാമത്തെ വരിയാണ് അതുമായിട്ട് കുറച്ച് യോജിക്കുന്നത് അല്ലേ. ഞാൻ ഒരു ഉറുമ്പിനെ കണ്ടു, ഉറുമ്പ് എവിടെയാണുള്ളത്? മലകൾക്കിടയിൽ വെപ്രാളത്തിലായിക്കൊണ്ട് എന്നുള്ള ആ വരി ഈ സെന്റൻസുമായിട്ട് യോജിക്കുന്നുണ്ട്. രണ്ടാമത്തെ സെന്റൻസ്, ലം തസ്തതി അൻ നംലത്തു അൻ തംഷിയ അല റിമാലി ബിഹംലി ത്വആമി, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഉറുമ്പിനെ ആ ഭക്ഷണം ചുമന്നുകൊണ്ട് മണലിൽ കൂടെ, റിമാൽ മീൻസ് മണലിൽ കൂടെ നടക്കാൻ കഴിഞ്ഞില്ല. ആ സെന്റൻസ് ഏത് വരിയുടെ അർത്ഥമാണ്? ഈ രണ്ടാമത്തെ വരിയുടെ മീനിങ് ആണത് അല്ലെ. ലം തസ്തതി ഹംല ത്വആമി വഹദഹ ഫൗഖ റിമാലി. പിന്നെ ത്വലബത്തിൻ നംലത്തു അൽ മുസാഅദത മിൻ ഉഖ്തിഹ, ഉറുമ്പ് തന്റെ സഹോദരിയിൽ നിന്നും സഹായം ആവശ്യപ്പെട്ടു. ത്വലബത്ത് മീൻസ് ആവശ്യപ്പെട്ടു. നംലത്ത് ആവശ്യപ്പെട്ടു. അൽ മുസാഅദത സഹായം ആവശ്യപ്പെട്ടു. മിൻ ഉഖ്തിഹ തന്റെ സഹോദരിയിൽ നിന്നും. ഇത് മൂന്നാമത്തെ വരിയുടെ ആശയമാണ്. നാലാമത്തേത്, തദക്കറത്തിൻ നംലത്തു അന്ന നജാഹ വൽ ഖൈറ ഫിത് തആവുൻ, വിജയവും, നജാഹ് മീൻസ് വിജയം, ഖൈർ നന്മ, വിജയവും നന്മയും തആവുൻ പരസ്പര സഹകരണത്തിലാണ്, പരസ്പര സഹായത്തിലാണ് എന്ന് ഉറുമ്പുകൾ ഓർത്തു. അതേത് വരിയാണ്? തദക്കറ ഖൗലൻ യുഖാൽ തആവനു ജമീഉക്കും ഫൽ ഖൈറു യഅതി ബിൽ വിസാൽ. ഈ രണ്ട് വരികൾ അല്ലെ, ഈ വരിയും ഈ ഭാഗവും കൂടെയാണ് ആ സെന്റൻസിന്റെ മീനിങ്. ഇനി നാദത്തിൻ നംലത്തു അല അസ്തിഖാഇഹ, ഉറുമ്പ് തന്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചു. ഫജാഉ ബിൽ ഹിബാൽ, അവരെ എല്ലാം കയറും കൊണ്ടുവന്നു. അതുമായിട്ട് യോജിക്കുന്ന വരി ഏതാണ്? നാദത്ത് അല ഇഖ്വാനിഹ ജാഉ ജമീഅൻ ബിൽ ഹിബാൽ, അതാണ് ലാസ്റ്റ് സെന്റൻസ്. ലാ യബ്ഖ അമാമ തആവുനി ശൈഉൻ മുസ്തഹീലൻ, പരസ്പര സഹകരണത്തിന്റെ മുന്നിൽ
മുസ്തഹീലായിക്കൊണ്ട് അസാധ്യമായിട്ട് ഒന്നും ഉണ്ടാവുകയില്ല എന്ന ആശയമുള്ള വരി ഏതാണ്? ജറുമ അൻ ത്വആമഹും, ഇതാണ് അവസാനത്തെ ഭാഗമാണ് അല്ലെ. ജറുമ അൻ ത്വആമഹും ലം യഅരിഫു ശൈഅൻ മഹാൽ, അതാണ് അവരെല്ലാവരും പരസ്പരം സഹായിച്ചത് കൊണ്ടാണ് അവർക്ക് ആ വസ്തുവിനെ നീക്കാൻ കഴിഞ്ഞത്. അങ്ങനെ സഹായം കൊണ്ട് സഹായിച്ചാൽ അസാധ്യമായി ഒന്നുമില്ല എന്ന് സൂചിപ്പിക്കുന്ന ആ വരിയാണ് ഇതുമായി യോജിക്കുന്നത്. ഇനി നക്തശിഫു അൽഹാനൻ മുഖ്തലിഫതൻ ലിൽ മൻലൂമി തആവനു ജമീഅൻ. തആവനു ജമീഅൻ എന്ന കവിതയ്ക്ക് വിവിധ രീതികൾ, വിവിധ ട്യൂണുകൾ നമുക്ക് കണ്ടുപിടിച്ചു നോക്കാം. പല ഈണത്തിലും നിങ്ങൾക്കത് ചൊല്ലാവുന്നതാണ്. അത് നിങ്ങൾ ചൊല്ലി നോക്കുക. ഇനി നൻലിമുൽ മൻലൂമ കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ ഈ താഴെയുള്ള ബൈത്തുകൾ, താഴെയുള്ള കവിതയുടെ വരികൾ നമുക്ക് ചൊല്ലാം അല്ലെങ്കിൽ പൂരിപ്പിക്കാം. ഉദാഹരണം ഇതാണ്. ഒന്നാമത്തേത് എന്താണ് ഉദാഹരണം? ഇന്നി റഅയ്തു ഹമാമത്തൻ. ഇന്നി റഅയ്തു, ഞാൻ കണ്ടു. ഹമാമത്തൻ, ഞാൻ എന്തിനെ കണ്ടു? ഒരു ഹമാമത്തിനെ കണ്ടു. ഹമാമത്ത് ഇതാണ് ഇവിടെ നിൽക്കുന്ന ഈ പക്ഷി. എന്താണിത്? പ്രാവ്. ഞാനൊരു പ്രാവിനെ കണ്ടു. തസ്കുനു ഫൗക ഷജറത്തി, മരത്തിന്റെ മേലെ താമസിക്കുന്ന. തസ്കുനു മീൻസ് താമസിക്കുന്നു. ഫൗക ഷജറത്തി, എവിടെ? മരത്തിന്റെ മേലെ. മരത്തിന്റെ മേലെ താമസിക്കുന്ന ഒരു ഹമാമത്തിനെ ഞാൻ കണ്ടു. തഅകുലു മിൻഹാ സമറത്തൻ, ആ ഹമാമത്ത് അതിൽ നിന്നും, മിൻഹ മീൻസ് മിന ഷജറത്തി, മരത്തിൽ നിന്നും, സമറത്ത് പഴം തിന്നുന്നു. തഅകുലു അത് തിന്നുന്നു, മിൻഹ ആ മരത്തിൽ നിന്നും, സമറത്തൻ പഴം. തഈഷു ദൗമൻ ഫരിഹത്തൻ, അതെപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്നു. തഈഷു അത് ജീവിക്കുന്നു, ദൗമൻ എപ്പോഴും, ഫരിഹത്തൻ സന്തോഷത്തോടെ. ഇതാണ് വരി. ഇതേ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? താഴെയുള്ളതൊക്കെ പൂരിപ്പിക്കണം. ഒന്നാമത്തേതിൽ നമ്മളിവിടെ ചിത്രം കാണുന്നത് ഒരു ഉറുമ്പിനെയാണ് അല്ലെ. ഇവിടെ ആദ്യത്തെ 2 വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട്. അത് മേലെ ഉള്ള ആ വാക്കുകൾ തന്നെ ഇവിടെ പൂരിപ്പിച്ചാൽ മതി. അപ്പോൾ എങ്ങനെ പറയാം? ഡാഷ് ഡാഷ് നമലത്തൻ എന്നാണ് ഉള്ളത്. മേലെയുള്ളത് ഇന്നി റഅയ്തു ഹമാമത്തൻ എന്നാണ് അല്ലെ. അപ്പോൾ ഇന്നി റഅയ്തു എന്ന് നമുക്ക് ഇവിടെ ചേർത്ത് കൊടുക്കാം. ഇന്നി റഅയ്തു നംലത്തൻ, ഞാനൊരു ഉറുമ്പിനെ കണ്ടു. തമുറു അത് നടക്കുന്നു. മേലെ ഹമാമത്തിനെ കുറിച്ച് തസ്കുനു എന്നാണ് ഉണ്ടായിരുന്നത്. തസ്കുനു എന്ന് പറഞ്ഞാൽ അത് താമസിക്കുന്നു. തമുറു എന്ന് പറഞ്ഞാലോ അത് നടക്കുന്നു. തസ്കുനു ഫൗക ഷജറത്തി, മരത്തിന്റെ മേലെ അത് താമസിക്കുന്നു. ഇവിടെയാണെങ്കിലോ തമുറു നടക്കുന്നു, എവിടെ? ഡേഷ് അൽ ഹജറത്തി, കല്ലിന്റെ മേലെ എന്നാണ് പറയേണ്ടത്. അപ്പോൾ തമുറു ഫൗക്കൽ ഹജറത്തി, ഈ ഫൗക്ക എടുത്ത് ഇവിടെ വെക്കുക. അപ്പോൾ തമുറു ഫൗക്കൽ ഹജറത്തി, ആ ഉറുമ്പ് കല്ലിന്റെ മുകളിൽ കൂടി നടക്കുന്നു എന്ന അർത്ഥം വരും. ഇനി തഅകുലു മിൻഹാ ഹബ്ബത്തൻ, അതിൽ നിന്നും ഹബ്ബത്ത് ധാന്യം. ഹബ്ബത്ത് മീൻസ് ധാന്യമണി. ഒരു ധാന്യമണി തിന്നുന്നു. ആ കല്ലിൽ നിന്നും ഒരു ധാന്യമണി തിന്നുന്നു. പിന്നെയോ ഇതേ രൂപത്തിൽ തന്നെ വെച്ചു കൊടുക്കാം. ഫരിഹത്തൻ എന്നിവിടെ ഉണ്ട്. അപ്പോൾ തഈഷു ദൗമൻ എന്ന് ഇവിടെ ചേർക്കണം. തഈഷു ദൗമൻ ഫരിഹത്തൻ, അത് എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്നു. അതേപോലെ അടുത്തത് എന്താണ്? ഒരു പൂവിലെ തേൻ കുടിക്കുന്ന ഒരു തേനീച്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ എന്ത് ചേർക്കണം? ഇന്നി റഅയ്തു നഹലതൻ, ഞാനൊരു തേനീച്ചയെ കണ്ടു. മേലെ പറഞ്ഞതുപോലെ തന്നെ ഇന്നി റഅയ്തു നഹലതൻ, ഞാനൊരു തേനീച്ചയെ കണ്ടു. തത്വീറു ബൈന സഹറത്തി, അതെന്താണ് ചെയ്യുന്നത്? സഹറത്ത് എന്ന് പറഞ്ഞാൽ പൂവ്, ബൈന ഇടയിൽ, തത്വീറു പറക്കുന്നു. തത്വീറു ബൈന സഹറത്തി, പൂവിനിടയിൽ, അതായത് പൂവുകൾക്കിടയിൽ പറക്കുന്നു. പൂവുകൾക്കിടയിൽ പറക്കുന്ന ഒരു നെഹലത്തിനെ, ഒരു തേനീച്ചയെ ഞാൻ കണ്ടു. തംതസു ഷഹദ സഹറത്തിൻ, പൂവിന്റെ ഷഹദ് എന്ന് പറഞ്ഞാൽ തേൻ. പൂവിലെ തേൻ അത് എന്ത് ചെയ്യുന്നു? വലിച്ചെടുക്കുന്നു. ഇംതസ മീൻസ് വലിച്ചെടുക്കുക, നാവ് കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക, തേനീച്ചയുടെ ആ കൊക്ക് കൊണ്ട് പൂവിലുള്ള തേൻ വലിച്ചെടുക്കുന്നു. പിന്നെ ഈ വരി എന്ത് ചേർക്കണം? ലാസ്റ്റ് വരി ഇവിടെയുള്ള സെയിം അതേ വരി തന്നെ ചേർത്ത് കൊടുത്താൽ മതി. തഈഷു ദൗമൻ ഫരിഹത്തൻ, തഈഷു ദൗമൻ ഫരിഹത്തൻ എന്ന് ചേർക്കുക. അതെപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന്. ഇത് നിങ്ങൾ പൂരിപ്പിക്കുക.
പിന്നെ ഇവിടെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി കുറച്ച് വാക്കുകളും അവയുടെ ജംഉം കൊടുത്തിട്ടുണ്ട്. നതഅറഫു ബിൽ ജുമുഇ, ജംഅ് നമുക്ക് മനസ്സിലാക്കാം. നതഅറഫു നമുക്ക് മനസ്സിലാക്കാം ബിൽ ജുമുഇ, ജംഉകൾ. ജംഅ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബഹുവചനം അല്ലേ. നോക്കാം. ജബലുൻ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? മല. ജബലുൻ ജംഉഹു, അതിന്റെ ജംഅ്. ഏതിന്റെ ജംഅ്? ജബലുൻ എന്ന വാക്കിന്റെ ജംഅ് ജിബാലുൻ എന്നാണ്. ജബലുൻ എന്ന വാക്കിന്റെ ബഹുവചനം ജിബാലുൻ എന്നാണ്. അർത്ഥം എന്താകും? മലകൾ. ജബലുൻ മല, ജിബാലുൻ മലകൾ. അതേപോലെ ഹബലുൻ കയറ്, ജംഉഹു അതിന്റെ ജംഅ്, അതിന്റെ ബഹുവചനം ഹിബാലുൻ കയറുകൾ. ഉസ്ബൂഉൻ ആഴ്ച, വീക്ക്, ജംഉഹു അതിന്റെ ജംഅ് അസാബിഉ ആഴ്ചകൾ. നംലത്തുൻ ഉറുമ്പ്, ജംഉഹു അതിന്റെ ജംഅ് നംലുൻ എന്നാണ്, ഉറുമ്പുകൾ. തബീബുൻ ഡോക്ടർ, ജംഉഹു ജംഅ് അതിബ്ബാഉ ഡോക്ടേഴ്സ്, ഡോക്ടർമാർ എന്നുള്ളതിന് അതിബ്ബാഉ എന്ന് പറയും. റംലുൻ മണൽ, പൂഴി, അതിന്റെ ജംആണ് റിമാലുൻ. നമ്മൾ കവിതയിൽ ആദ്യത്തെ വരിയിൽ പഠിച്ചു. മുസ്തഷ്ഫ ആശുപത്രി, ജംഉഹു അതിന്റെ ജംഅ് മുസ്തഷ്ഫയാത്തുൻ ആശുപത്രികൾ. സഫുൻ ക്ലാസ്, ജംഉഹു സുഫൂഫുൻ ക്ലാസുകൾ എന്നുള്ളതിന് സുഫൂഫുൻ എന്നാണ് പറയുക. അഹുൻ സഹോദരൻ, ജംഉഹു അതിന്റെ ജംഅ് ഇഖ്വാനുൻ അല്ലെങ്കിൽ ഇഖ്വത്തുൻ. ഇങ്ങനെ രണ്ട് ജംഅകളുണ്ട് അഹുൻ എന്നതിന്. സഹോദരങ്ങൾ, സഹോദരന്മാർ എന്നുള്ളതിന് ഇഖ്വാനുൻ എന്നും ഇഖ്വത്തുൻ എന്നും പറയും.